ഫെബ്രുവരി 28 മുതൽ ഇതുവരെയുള്ള ആക്രമണം, അത് ആദ്യഘട്ടത്തിൽ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലും കുവൈറ്റിലൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ആക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒടുവിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇറാൻ ഈ ഘട്ടത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നുണ്ടായത് എന്ന് പറയണം. തന്ത്രപ്രധാനമായ മേഖലകളിൽ നേരത്തെ ആക്രമണം നടത്തിയിട്ടുണ്ടാകാം. ഒപ്പം തന്നെ ഇതിലും കൂടുതൽ ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെയും ആക്രമണം നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു എയർപോർട്ടിൽ ഇത്രയും അധികം ആളുകൾ ഉള്ള സമയത്ത് അവിടെ ടെർമിനൽ 1 നേരെ ആക്രമണം ഉണ്ടാവുകയും അവിടെ വലിയ തരത്തിൽ അപകടം ഉണ്ടാവുകയും ചെയ്ത ഒന്നാണ്. അപ്പോൾ അതിനെ ഏത് തരത്തിൽ ഇറാനെ നീതീകരിക്കാൻ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ ഒരു കാഷ്വാലിറ്റി വളരെ കൂടുന്നത് അവിടെ അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ യാത്രക്കാരുണ്ടായിരുന്നു, ഒപ്പം തന്നെ ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അത്രയും ആളുകൾ ഉണ്ടായപ്പോൾ നടന്നൊരു ആക്രമണം 63 പേർക്ക്, നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 63 പേർക്ക് ഒരേ ദിവസം ഒരേ സമയം ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി. ആക്രമണത്തിൽ അവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഫെബ്രുവരി 28-ന് ഈ ആക്രമണം തുടങ്ങുന്നത് മുതൽ, ഇറാൻ ഗൾഫ് മേഖല ഒന്നാകെ ആക്രമിക്കുന്നത് മുതൽ ഇങ്ങോട്ട് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയില്ല. ഇറാൻ ഭരണകൂടം ഇതിനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഭീകരാക്രമണം എന്ന നിലയിൽ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അവരുടെ ഔദ്യോഗിക കുറിപ്പിൽ തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഒപ്പം ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ആക്രമണത്തിന് ഇരയായവരുടെ അവർക്ക് വൈദ്യസഹായം, ഒപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. റഹീസ്, ഇറാൻ ഭരണകൂടം എന്ന് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നത് കുവൈറ്റ് ഭരണകൂടമാണ് അല്ലെ? തീർച്ചയായിട്ടും കുവൈറ്റ് ഭരണകൂടം ഔദ്യോഗികമായി പുറത്തിറക്കിയ ആ ഒരു വിശദീകരണ കുറിപ്പിൽ അവർ പറയുന്നത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഏത് അറ്റം വരെയും പോകും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ഇന്നത്തെ ദിവസമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ്, ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ ഗൾഫ് GCC രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നത്. ആ പ്രതികരണവും ഈ ആക്രമണത്തിനെ അപലപിക്കുന്നു. ഇറാനെതിരെ കർശനമായ നടപടി വേണം, ഒപ്പം തന്നെ ഒരു തരത്തിലും ഈ ആക്രമണത്തിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇവിടെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി UAE എടുക്കുന്ന നിലപാട് കുറച്ചുകൂടി പ്രാധാന്യത്തോടെ മുന്നോട്ട് വരുന്നത്. അതായത് ഒരു നിലയ്ക്കും ഇറാനെ അംഗീകരിക്കാൻ കഴിയില്ല. GCC രാജ്യങ്ങൾ അവരുടെ ആ കൂട്ടായ്മ ഏറ്റവും ദുർബലമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഒരു GCC കൂട്ടായ്മ അത് ഒരു നിലയ്ക്കും ഇറാനെ ശക്തിയുക്തം എതിർക്കാൻ കഴിയുന്ന ഒന്നല്ല, ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ UAE തുടർച്ചയായി ആക്ഷേപമുയർത്തി വിമർശനം ഉന്നയിച്ച്, ഒപ്പം തന്നെ ഇറാൻ ഗൾഫ് മേഖലയ്ക്ക് ഒന്നാകെ ഒരു ത്രെറ്റാണ് എന്ന് അടിക്കടി UAE നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ഓരോ ദിവസവും അദ്ദേഹം പല അന്താരാഷ്ട്ര വേദികളിലും അദ്ദേഹത്തിന്റെ എക്സിലും ഒക്കെ കൂടി പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോഴും ഗൾഫ് മേഖലയിൽ നിന്ന് കാര്യമായി ഒത്തൊരുമയോടുകൂടി ശക്തമായ ഒരു നിലപാട് ഉയർന്നു വന്നിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞേ മതിയാവുകയുള്ളൂ.